ഇതുപോലെ നിങ്ങളുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോണും നിറക്കുറവൊക്കെ മാറ്റി സ്കിൻ നല്ല പോലെ വെളുപ്പിക്കണോ? ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യ്. അതിനു വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് റൈസ് പൗഡറാണ് ചേർത്തേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്തത് ഓറഞ്ച് പീൽ പൗഡറാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിന്നിനെയൊക്കെ ഇല്ലാതാക്കി സ്കിന്നിന് നിറം വെപ്പിക്കാൻ ഓറഞ്ച് പീൽ പൗഡറിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂണോളം ഓറഞ്ച് പീൽ പൗഡർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓറഞ്ച് പീൽ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നിറം വെപ്പിക്കാനും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനും ഒക്കെ തുടച്ചു മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുൾട്ടാനി മിട്ടി പൗഡർ എന്ന് പറയുന്നത്. അത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മുൾട്ടാനി മിട്ടി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കാനും സ്കിന്നിന് നിറം വെപ്പിക്കാനും മുൾട്ടാനി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മുൾട്ടാനി മിട്ടി പറ്റില്ല. ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, സെൻസിറ്റീവ്, ഡ്രൈ സ്കിന്നുകാർക്ക് മുൾട്ടാനി മിട്ടി സ്കിന്നിന് പറ്റില്ല. അവരുടെ സ്കിന്നിൻ്റെ ഒന്നും കൂടിയുള്ള ഓയിലിനെ വലിച്ചെടുത്ത് സ്കിൻ ഡാമേജ് ആക്കാൻ ഇടയാക്കും. അതുകൊണ്ട് ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ മുൾട്ടാനി മിട്ടി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ആൻറ്റി ബാക്ടീരിയകൾ കൂടുതലും അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ തൈരിൽ. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാൻ നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കും. തൈര് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനായിട്ടും കൂടി നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട് നോക്കുക. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കുക. അടിപൊളിയാണ്. ഇതിട്ട് നിങ്ങൾ ഒരു 3 മിനിറ്റിന് ശേഷം ഫേസ് ഒന്ന് കഴുകി നോക്കുക, മാറ്റം കാണാവുന്നതാണ്.